ദൈവാലയം എന്താണ് എന്നും ദേവാലയം എന്താണെന്നുള്ള ഒരു എക്സ്പ്ലാനേഷൻ ബ്രദറിൽ നിന്ന് എനിക്ക് കേൾക്കണം. അത് സമൂഹത്തോട് ദൈവാലയം എന്താണ്, ദേവാലയം എന്താണ്? ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറയാം, ബാക്കി കാര്യങ്ങൾ ബ്രദർ പറയാം. അപ്പോൾ കുറച്ചുകൂടെ രസമല്ല. അല്ല, എനിക്കത് ബ്രദറിൽ നിന്നും കൂടെ കേൾക്കണം. എന്താണെന്നറിയോ, എനിക്ക് ആശയം അറിയേണ്ടതുണ്ട്. ഓക്കെ, ഈ രണ്ട് വാക്കുകളും ദൈവവും ദേവനും. ദൈവം വസിക്കുന്ന സ്ഥലം ദൈവാലയവും, ദേവന്മാർ വസിക്കുന്ന സ്ഥലം ദേവാലയവും. ദൈവം, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ദൈവം ഒരിക്കലും മനുഷ്യൻ നിർമ്മിക്കുന്ന കൈപ്പണിയായതിൽ വസിക്കത്തില്ല എന്ന് വ്യക്തമായി ബൈബിൾ പറയും. ബൈബിൾ എന്നിട്ട് വീണ്ടും അതിനോട് കൂട്ടിച്ചേർക്കുന്നു, ദൈവത്തിന് വസിക്കണമെങ്കിൽ ദൈവം നിർമ്മിക്കുന്നതിലേ ദൈവം വസിക്കത്തുള്ളൂ. അല്ല, അപ്പോൾ എനിക്ക് അതിനകത്തൊരു ചോദ്യം കൂടെ ഉണ്ട് ബ്രദറുണ്ട്. എന്താണെന്നറിയാം, അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ വലിയ വലിയ പള്ളികളിലൊക്കെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പ്രാകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കർട്ടനൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു കുരിശൊക്കെ ഇട്ടുണ്ട്, അതിനകത്ത് പല രൂപങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ അവരൊക്കെ ഇത് ചെയ്യുന്നത് എന്താണ് സംഭവം? അതിലോട്ട് ഞാൻ വരാം. ഇത് പറഞ്ഞിട്ട് അതിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ആദ്യം ദൈവം വസിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാലേ എവിടെ അല്ലെന്ന് പറയാൻ പറ്റും. അതെ അതെ. അപ്പോൾ ശരിക്കും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും ജീസസ് ക്രൈസ്റ്റിൻ്റെ പറഞ്ഞ അടിസ്ഥാനത്തിലും പൗലൂസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ദൈവം വസിക്കുന്നത് മാനുഷിക നിർമ്മിതമായ കെട്ടിടങ്ങളിലല്ല, ദൈവം തന്നെ കൈപ്പണിയായി ഉണ്ടാക്കിയ കെട്ടിടത്തിലാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ പൗലൂസ് പറയാണ്, ദൈവമുണ്ടാക്കിയ കെട്ടിടം ഏതാ? എന്നിട്ട് പൗലൂസ് ചൂണ്ടിക്കാണിക്കുന്നു, നിങ്ങളുടെ ശരീരം തന്നെ. അപ്പോൾ ഈ ശരീരം ഉണ്ടാക്കിയത് ഞാനല്ല, ഈ ശരീരം ഉണ്ടാക്കിയത് ദൈവമാണ്. അപ്പോൾ ഈ ശരീരം ഉണ്ടാക്കിയ ദൈവം വസിക്കണമെങ്കിൽ ദൈവം തന്നെ ഇതിനെ ശുദ്ധീകരിക്കണം. എനിക്ക് ശുദ്ധീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല, ഇല്ലേ? ബ്രദർ താമസിക്കുന്ന വീട്ടിനകത്ത് ബ്രദർ തന്നെ ശുദ്ധീകരണം നടത്തണം. സോ ഈ ആലയത്തെ, ദൈവം നിർമ്മിച്ച ഈ ആലയത്തെ ദൈവം തന്നെ നിരന്തരം ശുദ്ധീകരണത്തിന് വിധേയമാക്കിയിട്ടാണ് ദൈവം എന്നിൽ വസിക്കുന്നത്. അതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ദൈവമേതാ വൃത്തിയാക്കിക്കോ, ദൈവമേത് അടിച്ചു വാരിക്കോ, ദൈവമേതാ പുതുക്കി പണിതോ, ഈ ഒരു സബ്മിഷൻ മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തത, കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി അതിനകത്ത് വരുത്തിയിട്ടുണ്ട് ബ്രദർ പറഞ്ഞതിനകത്ത്. പഴയ നിയമത്തിൽ, അതായത് പ്രവാചക പുസ്തകത്തിൽ യെശയ്യാ പ്രവചനത്തിന് 66-ാം അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങളുണ്ട്. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം, എൻ്റെ വിശ്രാമ സ്ഥലം ഏത്? ഈ ഭൂമിയിലുള്ളതെല്ലാം എൻ്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കി. ആ എൻ്റെ കരങ്ങൾ ഏത് കരങ്ങളാണ്? അതെ. ഓക്കെ, സോ എപ്പോഴും അന്നത് ആ കരങ്ങൾ ഏതാണ്? അതെ, അത് എത്ര മനോഹരമല്ല അതിൻ്റെ ഒരു അവതരണം. സോ ദൈവം എപ്പോഴും വസിക്കുന്ന ദൈവാലയം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ശരീരം തന്നെയാണ്. ഈ മൺകൂടാരത്തിൽ ആ ദൈവം വസിക്കുന്നത്. ഇനി അതിനൊരു ഭാഗ്യം നോക്കൂ ബ്രദറെ, നോക്കൂ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ദൈവം വസിക്കുന്ന ശരീരമാണെന്ന് തിരിച്ചറിയുന്ന ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. അതെ, അത് സത്യം പറഞ്ഞാൽ അത് എങ്ങനെ വാസ്തവത്തിൽ ഒരു മനുഷ്യനോട് മനസ്സിലാക്കാൻ പറ്റും? എൻ്റെ പിതാവ് വസിക്കുന്ന, ഞാൻ പിതാവിൻ്റെ വാസസ്ഥലമാണ് എന്നുള്ള ഒരു ആത്മബോധം ഒരാൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ്, ഉറപ്പായിട്ടും. ഈ ദൈവാലയമായിരിക്കുന്ന ബ്രദർ പറഞ്ഞു, ദൈവാലയം എന്ന് പറയുന്ന നാം തന്നെ, അതായത് മനുഷ്യ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത്. അത് എത്രയോ സുന്ദരമായൊരു വാക്കുകളും എത്രയോ സുന്ദരമായ ഒരു സത്യവുമാണത് വാസ്തവം. ഞാൻ ചോദിക്കുന്നത്, ഈ ദൈവം നമ്മളിരുന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത് കൂടെ പറഞ്ഞു തരൂ. എന്തായിരുന്നാലും ഞാൻ ദൈവം വസിക്കുന്ന ഒരു ആലയമാണ്, ഞാൻ ആ വീടാണല്ലോ. അപ്പം നമ്മളിരുന്നുകൊണ്ട് ദൈവം എന്താണെന്ന് ചെയ്യുന്നതുകൊണ്ടെന്ന് പറഞ്ഞു തരൂ. ഇപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയതിന് ശേഷം ദൈവത്തോടൊരു തീരുമാനം എടുത്തു. ഇനി പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഞാൻ എസ്പെഷ്യലി ഉദ്ദേശിക്കുന്ന ഈ ഭൂമിയാണ്. ഈ ഭൂമിക്കകത്ത് ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിക്കകത്ത് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയിലൂടെ മാത്രമേ ഞാനിനി പ്രവർത്തിക്കത്തുള്ളൂ. അത് ദൈവത്തോട് വെച്ചിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. പൊളിച്ചും അപ്പോൾ ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണോ, ഒന്നുകിൽ കഴുതയെ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ മനുഷ്യനെ ഉപയോഗിക്കണം. അപ്പോൾ ഇത് ദൈവം രണ്ടും ഉപയോഗിക്കും. അല്ല, നമ്മിൽ നിന്നാണല്ലോ ദൈവം തമ്പുരാനങ്ങ് ചെയ്യുന്നത്. അതെ. സോ ഈ പ്രപഞ്ചത്തിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും, ഈ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും, ദൈവത്തിന് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, വിമലേ വാ, നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത്, വിമലിനെ വിളിക്കും, നമ്മളിരുന്നങ്ങ് ചെയ്യുക. അതെ, എന്നിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് തന്നിൽ വസിക്കുന്നത് പിതാവാണെന്ന് നമുക്കൊരു ബോധ്യം വന്നാൽ ആ ഡ്രൈവ് ചെയ്യുന്ന ആര്? ദൈവം തന്നെയാണ്. വീട് വെക്കുന്നത് ആര്? എല്ലാം ദൈവം തന്നെയാണ്. നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്.
ഹല്ലേലൂയ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്ര ദൈവത്തിന്റെ ആ മഹത്വം. ദൈവമേ, ഇത് ഒരു റെവലേഷനാണ് ബ്രദർ. എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്നില്ല. ഇനി ഇതിനൊരു അപ്പുറത്തെ സൈഡ് കൂടെ ഇത് അതന്നെ ഞാൻ ആലോചിക്കുന്നത് നമ്മളുടെ ശരീരം, അത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സഹോദരങ്ങൾ നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെതല്ലോ അല്ലോ എന്ന് പറയുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ അവയവം, നമ്മളുടെ കൈകാലുകളെല്ലാം ക്രിസ്തുവിൻ്റെ പറയുമ്പോഴേ നമ്മൾ ദൈവം വസിക്കുന്നതിനാലെന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വത്തിൻ്റെ ആഴം എത്രയോ. അതെ അതെ. ഇപ്പോൾ ജീസസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുവിലൂടെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളാണ് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട്. നമ്മൾ വിചാരിക്കും ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. ദൈവത്തിന് രണ്ടും ചെയ്യാം. കൺസ്ട്രക്ഷനും ഉണ്ട്, ഡിസ്ട്രക്ഷനും ഉണ്ട്. പൊളിക്കുകയും ചെയ്യും, പണിയുകയും ചെയ്യും. അതെ. സോ ഈ പത്രോസിൻ്റെ കയ്യിൽ താക്കോലെടുത്ത് കൊടുത്തിട്ട് ജീസസ് പറഞ്ഞതാണ്, എടാ നിൻ്റെ കയ്യിൽ ഈ താക്കോല് തരിക, നീ ഇവിടെ കെട്ടുന്നത് അവിടെ കെട്ടും, കൺസ്ട്രക്ഷൻ. നീ ഇവിടെ അഴിക്കുന്നത് അവിടെ അഴിക്കപ്പെടും, ഡിസ്ട്രക്ഷൻ. സോ ഒരു ദൈവം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം കൺസ്ട്രക്ഷനും ചെയ്യും, ഡിസ്ട്രക്ഷനും ചെയ്യും. സോ ഞാനെന്ന് പറയുന്നത്, ആത്മാവിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങളെ ഇക്വിപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നടത്തുന്ന ശ്രമം കൺസ്ട്രക്ഷനാണ്. ദൈവത്തിന് എതിരെ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നാമധേയ സഭകളെ നിലംപരിശാക്കാനായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡിസ്ട്രക്ഷനാണ്. രണ്ടിനും ദൈവം എന്നെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ പ്രവചിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കുരിശ് വെച്ച പള്ളികൾ ഇന്ത്യയിൽ വേണ്ട. കാരണം അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ദൈവത്തെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഇന്ത്യയിൽ കുരിശ് വെച്ച പള്ളികൾ വേണ്ട. അത് യേശുവും പ്രവചിച്ചില്ലേ? ജെറുസലേം ദേവാലയത്തെ നോക്കി. ഈ ദേവാലയം നിർമ്മിക്കുന്ന ആ സമയത്ത് ദൈവം ആഗ്രഹിച്ച കാര്യമല്ല ഇപ്പോൾ ഈ ദേവാലയത്തിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ ദേവാലയം കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകട്ടെ. ഇതേ കാര്യം തന്നെയാണ് ഇന്ത്യയിലെ ദേവാലയങ്ങളെ നോക്കിയിട്ട് ഞാൻ പറയുന്നത്. എന്ത് പർപ്പസിനാണോ കുരിശ് വെച്ച പള്ളികൾ സ്ഥാപിച്ചിരുന്നത്, അതിൻ്റെ ഉദ്ദേശശക്തിയിൽ നിന്ന് ആ കെട്ടിടങ്ങളും അതിൻ്റെ അതോറിറ്റീസ് മാറിയതുകൊണ്ട് ഇനി അത് വേണ്ട. ആ ദേവാലയം വേണ്ട. മറിച്ച് യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം അന്ന് യഹൂദർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മളെപ്പോലുള്ള വ്യക്തികളിലൂടെ ജനങ്ങൾക്ക് ആവശ്യം. കുരിശ് വെച്ച പള്ളികളിലുള്ള പ്രവർത്തനമല്ല. റൈറ്റ്. സോ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അന്ന് ജീസസിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത്. അതെ, അന്ന് ജീസസിലൂടെ പ്രവർത്തിച്ചു, പൗലോസിലൂടെ പ്രവർത്തിച്ചു. ഇന്ന് നമ്മിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവരുടെ കാലം കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഉള്ളിലൂടെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ. അപ്പം നമ്മളെ ദൈവത്തിന് വേണം. ദൈവത്തിന് ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ പറയാൻ, പ്രവർത്തിക്കാൻ. അപ്പം ചുരുക്കം, അതായത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നാം ആണ് ദൈവം വസിക്കുന്ന ശരീരം. അതെ, നാം ആണ് ദൈവത്തിൽ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതെ, ഇന്ന് എന്നിലൂടെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം ദൈവത്തിൻ്റെ ഹിതം ചെയ്യും. ഇതിൻ്റെ പേരാണ് ദൈവാലയം. റൈറ്റ്. 100%. ഇത് തന്നെയല്ലേ ബ്രദറും ഉള്ളിൽ കരുതിയിരുന്ന? 100%. അത് അതായത് ഇത് എന്താ, ഓരോ മനുഷ്യൻ്റെ തിരിച്ചറിവുകൾ എന്ന് പറയുന്ന ഒരു വിലപ്പെട്ടതാണ് ബ്രദറെ. ഓരോ വ്യക്തി, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ബ്രദർ അറിഞ്ഞ സത്യം ഞാൻ ആത്മാവിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഒരുപാട് തുള്ളിച്ചാടാൻ പറ്റും. പക്ഷേ എന്നിലേറെ തുള്ളിച്ചാടാൻ പറ്റുന്നത് നിങ്ങൾക്കായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവമേ, ആ മനുഷ്യൻ നണ്ട എന്നെ നീ മനസ്സിലാക്കിയത് ഒരാളും കൂടെ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അത് സഹിക്കാൻ പറ്റാത്ത സന്തോഷം. അതെ, ഉള്ളം അങ്ങനെ തുടിക്കുവാണ്. ഓഹോ. അതെ. ഇനി അടുത്ത എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇനി നമ്മൾ ദൈവാലയം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതായത് ദൈവം വസിക്കുന്ന ആലയം ഏതാണ്? ഭൂമിയിലുള്ള കൈപ്പണിയായ ഒന്നിന്മേലല്ല, പള്ളികളിലല്ല, മറ്റുള്ള സംഭവങ്ങളല്ല. അത് മനുഷ്യൻ തന്നെയാണ് ദൈവത്തിന്റെ ആലയം. ദൈവം വസിക്കുന്നത് മനുഷ്യനിലാണെന്നുള്ള പക്ക ക്ലിയറായി. റൈറ്റ്. ഇനി ദേവാലയം എന്ന് പറയുന്നതുണ്ട്. സാധാരണ എല്ലാവരും പറഞ്ഞ ദൈവം, അതിനെക്കുറിച്ച് ബ്രദറിന്റെ കാഴ്ചപ്പാടുന്നതാണ്. ഓക്കെ. ഇന്ന് ദേവാലയം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും ഒക്കെയാണ് ദേവാലയങ്ങളുടെ കാറ്റഗറിയിൽ അറിയപ്പെടുന്നത്. പക്ഷേ ശരിക്കും ദേവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ദേവനെന്ന് ആദ്യം അറിയണം. എന്നാലേ ദേവാലയത്തെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ദൈവമാരാണ് നമുക്കറിയാം, അതുകൊണ്ട് ദൈവാലയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ദേവന്മാരാരാ? ദേവന്മാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തികളാണ് ദേവന്മാർ. പൊളി. അതെ, അത് സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ദേവന്മാർ എവിടെ വസിക്കുന്നുണ്ടോ, ഇപ്പോ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ
പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. ഈ പ്രധാനമന്ത്രി അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി കസേരയും കൊണ്ടുപോകും? ഇല്ല. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ചെയറിലാണ് പ്രധാനമന്ത്രി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചെയർ, സിംഹാസനം എന്ന് പറയുന്നത് ഇതാണ്. അദ്ദേഹം എവിടെ ഇരിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ കസേര. എവിടെ അദ്ദേഹം താമസിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഭവനം. സോ ഇതുപോലെ ദൈവം വസിക്കുന്ന ആലയമായ ഞാൻ, ഒരു ദേവനായ ഞാൻ എവിടെയാണോ വസിക്കുന്നത് അതാണ് ദേവാലയം. ഈ ഭവനത്തിനകത്താണ് ഞാൻ വസിക്കുന്നത്, ഈ ഭവനമാണ് ദൈവത്തിൻ്റെ മക്കൾ വസിക്കുന്ന ഭവനം. അവിടെ അതാണ് ദേവാലയം, ദേവന്മാർ വസിക്കുന്ന സ്ഥലം. അതായത് ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ മകൻ എന്ന്, അപ്പം ഒരു മന്ത്രിയുടെ മകനെ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ മകനെ രാജാവിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നു. അതെ. പക്ഷെ ഒന്നിലധികം മകൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നല്ല വിളിക്കുന്നത്, മക്കളെന്നാണ് വിളിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതിന് രസകരമായ സംഭവം, നമ്മൾ ദേവന്മാർ എന്ന് വിളിക്കപ്പെടുന്നതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അധികാരമുള്ളവൻ്റെ മക്കളാകിയാൽ അധികാരത്തിൻ്റെ പവർ നമ്മിലും ഉണ്ടായതുകൊണ്ടാണ് ദേവന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്. അതെ അല്ലേ? അതെ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്. അപ്പുറത്തെ സൈഡ് ഇപ്പോൾ ദേവന്മാർ വസിക്കുന്ന ദേവാലയം. അതെ. അപ്പോൾ സ്വയം ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ഞാൻ ദൈവത്തിൻ്റെ കൂലിക്കാരനാണ് എന്ന് പറയുന്ന ആൾക്കാർ വസിക്കുന്നത് ശരിക്കും നരകമാണ്. അപ്പോൾ സോ കോൾഡ് കുരിശ് വെച്ച അല്ലെങ്കിൽ ചില 4 ചുവരുള്ള അങ്ങനെയുള്ള ഭയങ്കര സംഭവം ബ്രദറെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അതായത് ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്ന ഞാനും ബ്രദറും ഒക്കെ വസിക്കുന്നത് ഏത് പാതാളത്തിലാണെങ്കിലും അവിടെ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞേ പറ്റും. ഉറപ്പായിട്ടും അതങ്ങനെ ആണല്ലോ. കാരണം ഉള്ളിലിരിക്കുന്നത് ഞാൻ വിളിച്ചു വരുത്തി ആവാസിച്ച് വെച്ചിരിക്കുന്ന സാധനമല്ലല്ലോ. ആ തിരിച്ചറിവ് പോലെ ഞാൻ പറയട്ടെ, എന്നില തിരിച്ചറിവുണ്ടെങ്കിൽ ഞാൻ ചെല്ലുന്ന ഭാഗം വെളിച്ചം മാറുന്നതും തേജസ്സേറിയതും അല്ലെങ്കിൽ അത്രയും ആഴമായ പ്രസൻസും പിതാവിൻ്റെ പ്രസൻസും ഉള്ളതാണ്, അല്ലെങ്കിൽ ആ പിതാവ് എന്നിൽ വസിക്കുന്ന ആ സാന്നിധ്യം ഉള്ളതാണെന്ന തിരിച്ചറിവുണ്ടായ പോരെ? അതെ. കാരണം ഞാൻ എന്നിൽ വസിക്കുന്നത് പിതാവാം ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പോകുന്നത് ഏത് പാതാളമാണെങ്കിലും അവിടെ സ്വർഗമാണ്. എന്തതിശയമേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ കൂലിക്കാർ താമസിക്കുന്ന സ്ഥലം അപ്പോൾ എവിടെയാ? കുരിശ് വെച്ച പള്ളികൾ നരകമാണ്. സത്യമാണ്. അവരെ തന്നെ പറയുന്നത് മക്കളെന്നല്ല, ഞങ്ങൾ ദാസന്മാരാണ്, കുപ്പകളാണ്, ദോഷികളാണ്, പാപികളാണ്, കൃമികളാണ്, പുഴുക്കളാണ്. അത് നരകമാണ്. അപ്പോൾ ഇന്നത്തെ കുരിശ് വെച്ച പള്ളികളെല്ലാം നരകമാണ്. ഇന്നത്തെ പെന്തക്കോസ്ത് കൂട്ടായ്മകൾ മുഴുവൻ നരകമാണ്. കാരണം അവരെ തന്നെ വിശ്വസിക്കുന്നത് പാപികൾ, ദോഷികൾ. എല്ലാ ദിവസവും പറയാറുണ്ട്, കർത്താവേ ഞാൻ പാപിയായ. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ഇനി പാവിയാന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോകും. നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാനുള്ള ആ ഒരു സമയം പോകുമ്പോൾ. അതെ, പുതിയ നിയമം പറഞ്ഞത് ഇങ്ങനെയാ, ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ, അതെ, ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ നീതിമാനാണ്, ഞാൻ വിശുദ്ധനാണ്. കാരണം ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് അവൻ്റെയാണ്. അവൻ്റെ നീതി എന്നിൽ വസിക്കുന്നു, അവൻ്റെ വിശുദ്ധി എന്നിൽ വസിക്കുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു കുഞ്ഞ് സ്നേഹത്തോടു കൂടി ബ്രദറിൻ്റെ, അതായത് നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞ് ബ്രദറിൻ്റെ താടി പിടിക്കുകയും പിന്നെ കയ്യിൽ പിടിക്കുകയും, ഞാൻ ആലോചിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു അപ്പനോട് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ ആ അപ്പന് മകളോട് എത്ര മാത്രം ആ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടാണല്ലോ അത്രയും ചെയ്തത് അല്ലേ? ഉറപ്പായിട്ടും. ആ പിതാവ് ആ മകന് കൊടുത്ത ആ സ്വാതന്ത്ര്യം കൊണ്ടല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റിയത്? ഉറപ്പായിട്ടും. ബ്രദറെ, അതിനൊക്കെ എത്രയോ വലുതാ ബ്രദറെ നാം. അതല്ലേ കർത്താവ് ആ മുടിയനായ പുത്രൻ്റെ കഥയിൽ പറയുന്നത്. അവൻ മാനസാന്തരപ്പെട്ട് വന്നതൊന്നും അല്ലെന്നേ, അവൻ അപ്പൻ്റെ തീറ്റ കണ്ട് വന്നതാ. അവനെ പോയി കെട്ടിപ്പിടിച്ച് അഴുക്കോടുകൂടെ അവനെ വാരി പുണർന്ന് മോതിരം ഇടിയിപ്പിച്ച് നല്ല ഡ്രസ്സ് കൊടുത്ത് സദ്യ ഒരുക്കണമെന്നുണ്ടെങ്കിൽ അപ്പൻ്റെ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉള്ള അവസ്ഥയിൽ, ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ കെട്ടിപ്പിടിക്കുന്ന അപ്പൻ. എടാ ഇനി എന്നെ വിട്ട് പോകുന്ന പോലും ചോദിച്ചില്ല. മോതിരം ഇട്ട് കൊടുക്കുമ്പോഴേ, ആ മോതിരം വേണ്ടി തണിയിക്കുമ്പോഴേ, മുദ്രമോതിരോ, എടാ ഇനി ഇത് കൊണ്ടുവന്ന് നാമാവശേഷമാക്കരുതടാ, ഉറപ്പ് താടാ എന്ന് പറഞ്ഞിട്ടാണോ കൊടുത്തത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ നല്ല അപ്പനെ നിങ്ങളൊന്ന് രുചിച്ചു നോക്കുവീൻ. ഈ നല്ല പിതാവിനെ ഒന്ന് രുചിച്ചു നോക്കുവീൻ. ഈ നല്ല ദൈവത്തെ ഒന്ന് രുചിച്ചു നോക്കുവീൻ.
സ്വന്തം മകനെന്ന ആ ഒരു ഉറപ്പിൽ ഞാൻ എൻ്റെ പിതാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈ ശരീരമെന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് രുചിച്ചു നോക്കുകയും ഇതൊരു അപേക്ഷയാണ്. സോ അപ്പനെ മനസ്സിലാക്കുന്ന വിധം തെറ്റിപ്പോയതാണ് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. സോ നമ്മൾ പകർന്നു കൊടുക്കുന്ന ഈ അപ്പൻ്റെ സ്നേഹവും അപ്പൻ്റെ ഈ കാരുണ്യവും വാത്സല്യവും അപ്പൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ പറയുമ്പോൾ അതിലെങ്കിലും ജനങ്ങളൊന്ന് മനസ്സിലാക്കി വന്നിരുന്നെന്നുണ്ടെങ്കിൽ അപ്പം എന്ത് സന്തോഷമായല്ലേ. എനിക്ക് അതിൽ നിന്ന് ശരിക്കും ഒരു ഹാങ് ഓവറിലേക്ക് ചെല്ലുന്നത് ഞാൻ ബ്രദറെ, ഞാൻ പറഞ്ഞ സാധാരണ ഒരു മനുഷ്യൻ എന്ന് നമ്മൾ ഭൂമിയിൽ എന്ന് വിളിക്കുന്ന അവർക്ക് ആ ഒരു മകന് ഒരു അപ്പനോട് ഇത്ര സ്വാതന്ത്ര്യം കാണിക്കാമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ എൻ്റെ പിതാവ്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ പിതാവിനോട് എത്ര സ്വാതന്ത്ര്യം കാണിക്കാൻ എനിക്ക് പറ്റും. അതെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മകൻ മനുവിന് 22 വയസ്സായി അല്ലേ? മനുവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ നിങ്ങൾ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ, നിങ്ങൾ ഒരാൾ ചീത്ത വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ മനു എന്ത് ചെയ്യും? പ്രതികരിക്കും. എങ്ങനെ പ്രതികരിക്കും? അയ്യോ ചേട്ടാ അപ്പനൊന്നും ചെയ്യല്ലേ ചേട്ടാ, ചേട്ടാ, അങ്ങനെയാണോ മകൻ പ്രതികരിക്കുന്നത്? പിന്നെ കുറച്ച് ഹാർഷായി തന്നെ, വളരെ ഇതായിട്ട് തന്നെ നല്ല ഒരെണ്ണം പൊട്ടിച്ചിട്ടായിരിക്കും പിന്നെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൻ്റെ കയ്യിലേക്ക് ആരെങ്കിലും കൈയോങ്ങി വരുവാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇത് തന്നെ നമ്മളും ചെയ്യുന്നത്. ഇതാണ് നമ്മളും ചെയ്യുന്നത്. എൻ്റെ അപ്പൻ്റെ നാമത്തെ ദുഷിക്കുന്ന ഈ സോ കോൾഡ് അവർ ഈ ഭാഷയിലല്ല ശരിക്കും പ്രതികരിക്കേണ്ടത്, കുറച്ചുകൂടെ വൾഗറായിട്ടാണ്. പക്ഷെ നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ പിതാവിനോടുള്ള ആഴമായ സ്നേഹം കൊണ്ടാണ് ബ്രദറേത്. അതെ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയേണ്ടി വരുന്നത്. റൈറ്റ്. നമ്മുടെ പിതാവിനെ കുറിച്ച് വളരെ മോശമായ തരം താണ രീതിയിൽ മുന്നേ ഇവർ കാണുമ്പോൾ അവരോട് നമുക്ക് വല്ലാതെ വേദന തോന്നിപ്പോവുക. ആ വേദനയാണ് പല സമയത്ത് ഇത് പറയുന്നത്. ഇത്രയും ഈ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടോ, ഇവരെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ക്രൂരനായ ഒരു പിതാവിനെ കുറിച്ച് അവർ കാണിച്ചു കൊടുക്കുന്നത്. ഒരു സ്നേഹമില്ലാത്ത നോക്കി 40 ദിവസം ഉപവസിച്ചില്ലെങ്കിൽ ബ്രദറിൻ്റെ മോടെ കല്യാണം കഴിയില്ല, നടക്കില്ല. 40 ദിവസത്തെ ഉപവാസം വേണം. നിനക്ക് ഇന്നത് ചെയ്തില്ലെങ്കിൽ, നിനക്ക് ഇന്നതുപോലെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നടക്കും. സത്യം പറഞ്ഞാൽ ഇത്രയും ക്രൂരനായ ഒരു ദൈവത്തെയാണ് അവിടെ ക്രൂരനെന്നും പറയുന്നതിനേക്കാളും നല്ലത് കൈക്കൂലിക്കാരനായ ദൈവത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. 41 പ്രസാദിക്കുന്ന ദൈവം, 21 പ്രസാദിക്കുന്ന ദൈവം. കൈക്കൂലിക്കാരനായ ഒരു ദൈവത്തെ ഇവർ പരിചയപ്പെടുത്തും. എൻ്റെ ദൈവമേ, എൻ്റെ 21 പ്രസാദിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അതിനെ ദൈവം എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനോജ് എന്ന് പറയുന്നൊരു വ്യക്തി നിങ്ങൾക്ക് വേണ്ട ദൈവത്തെ ആസ്വദിക്കാൻ, വിമൽ എന്ന് പറയുന്നൊരു വ്യക്തി വേണ്ട ആസ്വദിക്കാൻ, പാസ്റ്റർമാരെന്ന് പറയുന്നവർ വേണ്ട, സ്വന്തം വേറെ ആരും വേണ്ട ദൈവത്തെ ആസ്വദിക്കാൻ. നമ്മുടെ പിതാവിനെ അങ്ങോട്ട് രുചിച്ചറിഞ്ഞ് അങ്ങോട്ട് ആസ്വദിക്കണമെങ്കിൽ നിങ്ങളും പിതാവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം ആരുടെയും സഹായം കൂടാതെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഒരിക്കലൊന്ന് രുചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ ഇവിടെ വരും ഇതുപോലെ പറയാനായിട്ട്. ഉറപ്പല്ലേ? ഒരു പ്രാവശ്യം ആ ഉള്ളറകളിൽ ആ തേജസ്സേറിയ ദൈവത്തിൻ്റെ മാധുര്യം ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ വരും അടുത്ത ദിവസം ഇവിടെ. ഇതിൻ്റെ ആഴ് എന്താ മനുഷ്യ? അത് നമ്മളിതൊക്കെ പറയുന്നത് എന്തിനാണെന്നുള്ളത് വാസ്തവത്തിൽ നമ്മൾ എന്തോ നേടാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നേടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊന്നും നേടാനില്ല. നമുക്ക് നേടാനുള്ള ഒരു കാര്യം, നാം അനുഭവിക്കുന്ന സന്തോഷം, ഉള്ളിൽ എന്താ പറയുക, നമ്മുടെ തിളയ്ക്കുന്ന ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട്, ആ സന്തോഷം നമ്മളിൽ സംസാരിക്കുന്ന, നമ്മൾ കേൾക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഒരാളും കൂടെ അനുഭവിച്ച് തുടങ്ങിയാൽ അതിന് ഭയങ്കരമാണ്. തീർച്ചയായിട്ടും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഒരു വ്യക്തിയെങ്കിലും ഈ അറിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഈ കയറ് പൊട്ടണം, ഇവരുടെ അടിമത്വം എന്ന് കയറ് പൊട്ടണം, അല്ലേ? അടിമനുകം. ബ്രദറെ, വളരെയധികം താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യം, ഇത് തിരിച്ചറിവ് ജനങ്ങളിലേക്ക് എത്തപ്പെട്ടാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലം ഇതാണ്. അത് തന്നെയാണ്. ഒരു വ്യക്തിയും കൂടെ അപ്പനെ ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. അത് ഇല്ലേ? ഐ ലവ് യു. ഓക്കെ, ഐ ലവ് യു ഫാദർ. യെസ്.